നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ഇക്കോസെൻസ് 2025ന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത പ്രസ്ഥാനമാണ് ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന H. സലാം MLA പറഞ്ഞു. ഇക്കോസെൻസ് 2025ന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച സ്കോളർഷിപ്പ് പദ്ധതിയായ വിദ്യാർത്ഥി ഹരിത സേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് 2025ന്റെ വിതരണം നടത്തി. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവം വളർത്തുന്നതിനും സമൂഹത്തിൽ ശുചിത്വബോധവും സുസ്ഥിര വികസനത്തിനുമുള്ള പ്രതിബദ്ധതയും മനോഭാവവും ഉറപ്പാക്കുക എന്നതുമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആലപ്പുഴ നഗരസഭാ പരിധിയിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 42 സ്കൂളുകളിൽ നിന്നായി 141 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും സ്കോളർഷിപ്പുമാണ് നഗരസഭാ കൌൺസിൽ ഹാളിൽ നടത്തിയ ചടങ്ങിൽ വിതരണം ചെയ്തത്. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. ആഴ്ചയ്ക്ക് മുമ്പ് എല്ലാ സ്കൂളുകളിലും നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിൽ നിന്നും നമുക്ക് അവർക്ക് ലഭിച്ചിട്ടുള്ള അതിനകത്ത് നമ്മൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP വിഭാഗത്തിലെ പിള്ളേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതിയുടെയും സ്വച്ഛ് സർവേഷൻ 2025-26ന്റെയും ഭാഗമായി സ്കൂൾ തലത്തിൽ നടത്തിയ വേസ്റ്റ് മത്സരം, ഷോപ്പ്, സ്കൂൾ മോട്ടിഫിക്കേഷൻ എന്നിവയിൽ മികച്ച പ്രവർത്തനം നടത്തിയ കുട്ടികൾക്കുള്ള അനുമോദനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM നൌഫൽ ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ S. ഫൈസൽ, L. മായ രാജേന്ദ്രൻ, രശ്മി S. ചന്ദ്രൻ, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി S. സനിൽ, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ RS. ഗോപകുമാർ, മാലിന്യമുക്ത നവകേരളം നോഡൽ ഓഫീസർ C. ജയകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തെ തുടർന്ന് സ്കോളർഷിപ്പ് പദ്ധതിയുടെയും സ്വച്ഛ് സർവേഷൻ 2025-26ന്റെയും ഭാഗമായി സ്കൂൾ തലത്തിൽ നടത്തിയ വേസ്റ്റ് ടു ആർട്ട് മത്സരം, സ്വാപ്പ് ഷോപ്പ്, സ്കൂൾ ബ്യൂട്ടിഫിക്കേഷൻ എന്നിവയിൽ മികച്ച പ്രകടനം നടത്തിയ സ്കൂളുകൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കിടങ്ങാമ്പറമ്പ് SNDP യൂണിയൻ ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഒത്തിരിയേറെ നിയമങ്ങൾ നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പൊതുവേദിയില് പുരുഷന്മാരിയ്ക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ വനിതകളുള്ള എല്ലാ വേദിയിലും ഞാൻ പറയാറുണ്ട്. അത് പല സ്ഥലങ്ങളിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു ഒരു വലിയ സത്യമാണ്. കാരണം നമുക്ക് കിട്ടിയ ഈ അവകാശം, അല്ലെ നമുക്ക് കിട്ടിയ ആനുകൂല്യം ദുർവിനിയോഗം ചെയ്യുന്ന ഒത്തിരിയേറെ മേഖലകളുണ്ട്. നമ്മളിപ്പോൾ ഈ വാർഡിലെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നിസ്സാര കാര്യത്തിന്റെ പേരിലൊക്കെ ഭർത്താക്കന്മാരെ പോലും ഈ ഒരു നമ്മുടെ അധികാരം ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരികയാണ്. ഭർത്താവ് ഒന്ന് വഴക്ക് പറഞ്ഞാലല്ല, ഇപ്പം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാത്ത വീടുകളില്ല, അല്ലേ? എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നം ഉണ്ടാകാത്ത വീടുകൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും കുടുംബമായാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതുപോലും വ്യാഖ്യാനിച്ച് വേറെ രീതിയിൽ അവരെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കേസ് കൊടുത്ത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായ സാഹചര്യം എന്റെ വാർഡിൽ സംഭവിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു. സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ ക്ലാസ് എടുത്തു. തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച കലാപരിപാടിയും വേദിയിൽ അരങ്ങേറി. ചടങ്ങിൽ തങ്കമണി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. C. ജ്യോതിമോൾ, ശോഭന അശോക്, യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ്, വൈസ് പ്രസിഡന്റ് B. രഘുനാഥ്, സെക്രട്ടറി KN. പ്രേമാനന്ദൻ, യോഗം ബോർഡ് മെമ്പർ AK. രംഗരാജൻ, യൂണിയൻ കൌൺസിലർമാരായ VR. വിദ്യാധരൻ, G. രാജേഷ്, സരിത, സജിത, സീമ, സ്മിത, വനിതാ സംഘം സെക്രട്ടറി G. ജെമിനി, ശോഭന അശോക് കുമാർ എന്നിവർ സംസാരിച്ചു.
സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പെരുമ്പളം സ്വദേശി കെ എ ശ്രീകുമാറിനാണ് 2025 പുരസ്കാരം. അതിലൊരു ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കേരളത്തിലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും അതിലേർപ്പെട്ടിരിക്കുന്ന ജൈവ കർഷകർക്ക് ആവശ്യമായ അവർക്ക് വേണ്ട അംഗീകാരം ലഭിക്കുവാനും സമൂഹത്തിൽ അവരുടെ പ്രാധാന്യം സമൂഹത്തിനെ അറിയിക്കുവാനും ഒക്കെയായി ഞങ്ങൾ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് അക്ഷയശ്രീ അവാർഡ്. ഇത് 17ാമത്തെ വർഷമാണ്. ഇത്തരത്തിലുള്ള സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കോളേജ്, സ്കൂള്, 80 വയസ്സിന് മുകളിലുള്ള വെറ്ററൻസ്, അതേപോലെ ഔഷധ കൃഷി. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന മികച്ച ജൈവ കർഷകനുള്ള സംസ്ഥാനതല പുരസ്കാരമായ അക്ഷയശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ജൈവ കർഷകനുള്ള സംസ്ഥാനതല പുരസ്കാരത്തിന് പെരുമ്പളം സ്വദേശി കുപ്പപ്പള്ളിയിൽ വീട്ടിൽ കെ എസ് ശ്രീകുമാർ അർഹനായി. മാർച്ച് 8-ന് ആലപ്പുഴ മുഹമ്മയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും. 2 ലക്ഷം രൂപയും ഉപഹാരവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് അക്ഷയശ്രീ സംസ്ഥാനതല പുരസ്കാരം. മികച്ച ജൈവ കർഷകർക്കുള്ള ജില്ലാതല പുരസ്കാരത്തിന് 50,000 രൂപയും ഉപഹാരവും സാക്ഷ്യപത്രവും നൽകും. വിവിധ വിഭാഗങ്ങളിലായി പ്രത്യേക പുരസ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 28-ന് രാവിലെ 10-ന് മുഹമ്മ ആര്യക്കര ഗൌരീന നന്ദനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ പത്മശ്രീ കൊല്ലകൽ ജി ദേവകിയമ്മ മുഖ്യാതിഥിയാകും. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ രക്ഷാധികാരി എസ് ഡി ഷിബുലാൽ, മാനേജിംഗ് ട്രസ്റ്റി കുമാരി ഷിബുലാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. ഫൗണ്ടേഷൻ ട്രസ്റ്റി പ്രൊഫസർ എസ് രാമാനന്ദ്, പുരസ്കാര കമ്മിറ്റി കൺവീനർ കെ വി ദയാൽ, അംഗങ്ങളായ ബി രാധാകൃഷ്ണൻ, കുരുവിള ലാൽ, ഡോക്ടർ കെ എൻ ജയചന്ദ്ര ബാബു, എം എൻ സുകേശൻ, അക്ഷയശ്രീ 2025 പുരസ്കാര ജേതാവ് കെ എസ് ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത പ്രസ്ഥാനമാണ് ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് എച്ച് സലാം MLA പറഞ്ഞു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത പ്രസ്ഥാനമാണ് ആലപ്പുഴ വലിയകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് എച്ച് സലാം MLA അഭിപ്രായപ്പെട്ടു. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റംസാൻ റിലീഫ് വിതരണത്തിന്റെയും ഇഫ്താർ സംഗമത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർണ്ണയിക്കുന്നൊരു കാര്യമാണ് ഏറ്റവും നന്മയോടെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലെ ദുർബലപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണം. 2-3 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ ഏറ്റെടുത്തൊരു സംഘടനയാണ്. എല്ലാ വർഷവും സ്കൂൾ ആരംഭിക്കുന്ന സമയത്തുള്ള പഠനോപകരണ വിതരണം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇതുപോലെയുള്ള കിറ്റ് ഉൾപ്പെടെ നൽകുന്ന പ്രവർത്തനങ്ങൾ, ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കൽ, പല സന്ദർഭങ്ങളിൽ കായികപരമായി നമ്മുടെ കുട്ടികളെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള ധാരാളം ടൂർണമെന്റുകൾ, ഇതെല്ലാം എങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നിശ്ചയമായിട്ട് പോകുന്നത്. ഏത് പ്രവർത്തനത്തിന്റെയും ഒരു കാമ്പ് നോക്കിയാൽ അതിനകത്തെല്ലാം കൂടുതൽ നന്മയിലേക്ക് മനുഷ്യരെ നയിക്കാൻ കഴിയുന്ന ഒരു നിലയാണ്. പരിശുദ്ധമായ റമദാൻ. ആലിശ്ശേരി മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ്ബ് രക്ഷാധികാരിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ വി ജി വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വി കെ നസറുദ്ദീൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ എം നൌഫൽ മുഖ്യാതിഥിയായി. കൌൺസിലർമാരായ സജീന ജമാൽ, ലൈല ബീവി, നാസിയ, മുൻ നഗരസഭാ അംഗം ബി നസീർ എന്നിവർ സംസാരിച്ചു. ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഷെരീഫ് കുട്ടി നന്ദി പറഞ്ഞു. LSS USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 2024-25 വർഷം LSS USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉപജില്ലയിലെ 160 വിദ്യാർത്ഥികൾക്ക് അമ്പലപ്പുഴ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാരവാഹികളും ഓഫീസിലായി മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നവരാണ്. അതിലോരോ എച്ച്എമ്മാരും അങ്ങനെ നല്ല ഭാവനയുള്ള ആളുകൾ തന്നെ ചെയ്യുന്നൊരു സംവിധാനമാണ്. നമ്മുടെ കുട്ടികൾ LSS അതുപോലെ USSന്റെ പരീക്ഷയിൽ നല്ല മികവ് കാണിച്ചു. അതുപോലെ SSLC പരീക്ഷയുടെ ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികളുണ്ട്. അവരെല്ലാം ഇതുപോലെ അവർ കാട്ടിയ മികവിന് ഒരു ആദരവ് കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ മികവിനെ എപ്പോഴും മികവിന് ആദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ഫാൻസി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ,
അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ പാഞ്ചജന്യം, അമ്പലപ്പുഴ BPCA G ജയകൃഷ്ണൻ, മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുമാദേവി, ഫോറം ജോയിന്റ് സെക്രട്ടറി വർഗീസ് തോമസ്, ട്രഷറർ R അനില എന്നിവർ സംസാരിച്ചു. ഫോറം സെക്രട്ടറി R രാധാകൃഷ്ണപ്പൈ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇക്കോസെൻസ് 2025ന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത പ്രസ്ഥാനമാണ് ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് H സലാം MLA പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.